ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് എന്താണ് ലെക്സീംസ് എന്നുള്ളത് അറിയണം. എന്താണ് ലെക്സീംസ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള ലെക്സിക്കൽ അനാലിസിസ് അറിയണം. ഓക്കെ, ലെക്സിക്കൽ അനാലിസിസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഴ്സ് പ്രോഗ്രാം ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് ഫേസ് ഓഫ് കമ്പൈലർ എന്ന് പറയുന്നത് എന്താണ്? ലെക്സിക്കൽ അനാലിസിസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ സോഴ്സ് പ്രോഗ്രാം നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രോഗ്രാമിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞ പോലെ സം ഈക്വൽ ടു a ഇൻറ്റു b മൈനസ് 10 സെമിക്കോളൻ. ഓക്കെ, അപ്പൊ ഇത് എന്താ കമ്പൈലർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസിൽ ഓരോ ക്യാരക്ടർ നോക്കും. അതായത് ഫസ്റ്റ് ക്യാരക്ടർ എസ്, ഓക്കെ, പിന്നെ നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യും യു, പിന്നെ അഗെയിൻ നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യും എം, പിന്നെ നോക്കുമ്പോൾ ഒരു സ്പേസ് ആണ്. അപ്പൊ കമ്പൈലറുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഇടയിൽ സ്പേസസ് ഉണ്ടെങ്കിൽ, നമ്മൾ വൈറ്റ് സ്പേസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സ്പേസസ് ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യും. അപ്പൊ കമ്പൈലർ നോക്കുന്ന സമയത്ത് എസ് യു എം ഇങ്ങനെയുള്ള 3 ക്യാരക്ടേഴ്സ് കിട്ടി. ക്യാരക്ടർ ബൈ ക്യാരക്ടർ സ്കാൻ ചെയ്ത് പോകുന്നതാണ് കമ്പൈലറിന്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എം വരെ കിട്ടിയപ്പോഴത്തേക്കും ഓക്കെ, അത് ഒരു പ്രത്യേക പാറ്റേണിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് പാറ്റേൺ? നമുക്കറിയാം സി പ്രോഗ്രാമിംഗിൽ നമുക്ക് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഐഡന്റിഫയർ അല്ലെ. ഐഡന്റിഫയർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്? നമ്മുടെ ഐഡന്റിഫയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് ടു സം, ഇതൊരു ഐഡന്റിഫയർ അല്ല. കാരണം നമുക്കറിയാം ഒരു നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. 2 എന്ന് പറഞ്ഞ നമ്പർ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. വേറാസ് സം എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണ്. കാരണം എന്താ, നമുക്കറിയാം ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡിജിറ്റ്സോ ആൽഫബറ്റ്സോ യൂസ് ചെയ്യാം. നിങ്ങൾ ഫ്ലാറ്റിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ക്യാരക്ടർ ഫോളോഡ് ബൈ n നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഓർ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാറ്റേൺ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഐഡന്റിഫയറിന്റെ മെയിൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ അതാണ് അല്ലെ. അപ്പൊ കമ്പൈലർ നോക്കുന്ന സമയത്ത് ഇവിടെ സം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടു അല്ലെ. അപ്പൊ അത് ഒരു പാറ്റേണെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് പാറ്റേൺ? ഐഡന്റിഫയറിന്റെ പാറ്റേൺ ആണത്. നമ്മുടെ ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സാധാരണ ഒരു വേരിയബിൾ നെയിം, അതാണല്ലോ ഐഡന്റിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു വേരിയബിൾ നെയിമിനെ സാറ്റിസ്ഫൈ ചെയ്യണ ഒരു റൂളാണത്, ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ആൻസർ ചെയ്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എഴുതാം. നിങ്ങൾക്ക് ലെക്സീംസ് എഴുതാം. ഓക്കെ, ലെക്സീംസ് എഴുതിയിട്ട് പിന്നെ അഗെയിൻ ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ ടോക്കൺസ് എഴുതാം. കാരണം 3 നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 മാർക്സിന് നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്താൽ മതി. ഇവിടെ പാറ്റേൺ എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. ഓക്കെ, നിങ്ങൾ എഴുതേണ്ട മെത്തേഡ്. കാരണം കുറെ പേർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആൻസർ അറിയായിരിക്കും, പക്ഷെ അത് എങ്ങനെയാ പ്രസന്റ് ചെയ്യാന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെക്സീമിലേക്ക് പോവാം. അപ്പൊ എല്ലാ ഒരു ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അതിലത്തെ എല്ലാ ക്യാരക്ടറും ഒരു ലെക്സീമാണ്. അപ്പാർട്ട് ഫ്രം എന്താണ് വൈറ്റ് സ്പേസ്, എല്ലാ ക്യാരക്ടറും ഇപ്പൊ ഇവിടെ ഈക്വൽ ടു ഉണ്ട്, എ ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ഒരു ഓപ്പൺ പാരന്തസിസ്, അതെല്ലാം ലെക്സീമാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ലെക്സീംസിൽ ഫസ്റ്റ് നമ്മുടെ ലെക്സീം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു സം അല്ലെ. കാരണം അതൊരു പാറ്റേൺ ഫോളോ ചെയ്യണം. അതൊരു പാറ്റേൺ ഫോളോ ചെയ്യണം. ഇപ്പൊ ഇവിടെ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അതുപോലെ തന്നെ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അതെന്താ? അതൊരു അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആണ്. അതുപോലെ ഓപ്പൺ പാരന്തസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സ്പെഷ്യൽ സിമ്പിൾ ആയിരിക്കും. അപ്പൊ അതൊക്കെയാണ് പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലെക്സീം എന്ന് പറയുന്നത് സം ആയിരിക്കും. കാരണം സം എം കഴിഞ്ഞതോടുകൂടി ഒരു വൈറ്റ് സ്പേസിനെ കണ്ടു. അപ്പൊ കമ്പൈലർ അത് ഇഗ്നോർ ചെയ്തു. അപ്പൊ അതുവരെയുള്ളതായിരിക്കും എന്താണ്? ഒരു ലെക്സീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലെക്സീം സം ആണ്. അതിന്റെ ടോക്കൺ എന്തായിരിക്കും? ടോക്കൺ ഞാൻ പറഞ്ഞ പോലെ അതൊരു ഐഡന്റിഫയർ ആണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഐ ഡി എഴുതാം, അല്ലെങ്കിൽ ഐഡന്റിഫയർ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഐഡന്റിഫയർ എഴുതാം. ഓക്കെ, ഐഡന്റിഫയർ എഴുതി. പിന്നെ നമുക്ക് വരുന്നത് അതിന്റെ ഫോളോ ചെയ്യണ എന്താണ് പാറ്റേൺ. പാറ്റേൺ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റർ, ഓക്കെ, ലെറ്റർ ഫോളോഡ് ബൈ എന്തായിരിക്കും? ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് അല്ലെ. നമ്മൾ ഫ്ലാറ്റിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സബ്ജക്റ്റില് ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലെക്സീം കഴിഞ്ഞിട്ടില്ല, സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല അല്ലെ. ലെക്സീം സമ്മ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വൈറ്റ് സ്പേസ് ആണ്, ഇഗ്നോർ ചെയ്യും. പിന്നെ നെക്സ്റ്റ് ക്യാരക്ടർ എന്താണ്? ഈക്വൽ ടു ആണ്. അപ്പൊ അതും ഒരു ലെക്സീം ആണ്, ഈക്വൽ ടു ലെക്സീം ആണ്. അപ്പൊ ടോക്കൺ എന്തായിരിക്കും? അതിന്റെ ഡെഫിനിഷൻ എന്താണ്? അതായത് ഈ ഈക്വൽ ടു കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ടോക്കൺ. അപ്പൊ അതെന്തായിരിക്കും? ടോക്കൺ എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അഗെയിൻ നെക്സ്റ്റ് അതിന്റെ പാറ്റേൺ എന്തായിരിക്കും?
നമുക്കറിയാം പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു തന്നെയാണ് അതിന്റെ പാറ്റേൺ. അതിന് പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഒന്നുമില്ല. പാറ്റേൺ ഈക്വൽ ടു തന്നെയാണ്. അല്ലെങ്കിൽ ചില ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഒരു കോളൻ ഇട്ടിട്ട് ഇങ്ങനെ, പാസ്കലിലൊക്കെ തോന്നുന്നു ഇങ്ങനെ ഒരു കോളൻ ഇട്ടിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരു അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നുള്ള ഒരു ടോക്കൺ ആണ്. എക്സാമ്പിൾ ആണ് ഈ ഈക്വൽ ടു എന്ന് പറഞ്ഞ സൈൻ. ഓക്കെ, ഇനി തേർഡ് വൺ. അപ്പൊ നമ്മുടെ ഈക്വൽ ടു വരെ കഴിഞ്ഞു. പിന്നെ ഇത് നമുക്ക് വൈറ്റ് സ്പേസ് ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി എ എന്ന് തന്നെ പറയാം. നമുക്കറിയാം വൈറ്റ് സ്പേസ് എന്തായാലും കമ്പൈലർ ഇഗ്നോർ ചെയ്യുന്നറിയാം. പിന്നെ നെക്സ്റ്റ് ക്യാരക്ടർ തന്നെ എ ആണ്. അപ്പൊ അതാണ് അടുത്ത ലെക്സിൻ. കാരണം എ കഴിഞ്ഞിട്ട് പോകുമ്പോ നെക്സ്റ്റ് നോക്കുമ്പോ എന്താ, ഒരു ഇൻഡു ആണ്. അപ്പൊ ഇൻഡു എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. നമുക്ക് അറിയുന്ന പാറ്റേൺ എന്താണ്, ഒരു ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് ആണ്. അപ്പൊ അവിടെ എ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അതൊരു എന്താ പറയാ, ലെറ്ററോ ഡിജിറ്റോ അല്ല. അപ്പൊ അതായത് മനസ്സിലായി, നമ്മുടെ ഈ പാറ്റേണെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻഡു വരെ പോകാൻ പറ്റില്ല. അതിന് മുന്നേ എ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് കമ്പൈലറിന് മനസ്സിലാവും. അപ്പൊ എ എന്ന് പറയുന്നത് ഒരു ലെക്സീം ആണ്. അതിന്റെ ടോക്കൺ എന്തായിരിക്കും, എഗെയിൻ അതൊരു ഐഡന്റിഫയർ അല്ലേ, വേരിയബിൾ നെയിം ആണ്. നമുക്ക് ഐഡന്റിഫയർ ഫുൾ എഴുതുന്നില്ല, ID എന്നാണ് എഴുതണം കേട്ടോ. സെയിം തന്നെയാണ്, ഐഡന്റിഫയർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്റെ പാറ്റേൺ എന്താ, സെയിം പാറ്റേൺ നമ്മൾ ഇവിടെ എഴുതിക്കുന്നത്, ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ്. നെക്സ്റ്റ് എന്തായിരിക്കും, ഫോർത്ത് വൺ അഗെയിൻ നമ്മുടെ അല്ലെ, എ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇൻഡു ആണ്. ഇൻഡു കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് എന്താണ്, ഒരു പാരന്തസിസ് ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു പാറ്റേൺ നമുക്ക് അറിയില്ലല്ലോ. ഒന്നെങ്കിൽ ഇൻഡു എന്നുള്ള ഒരു പാറ്റേൺ അറിയാം, അല്ലെങ്കിൽ ഓപ്പൺ പാരന്തസിസ് എന്നുള്ള പാറ്റേൺ അറിയാം. അപ്പൊ അത് ഒരുമിച്ച് കമ്പൈലർ എടുക്കില്ല. കമ്പൈലർക്ക് മനസ്സിലാവും, ഓക്കെ ഇൻഡു മാത്രമായിട്ട് എടുക്കാനേ പറ്റുള്ളൂ, അതാണ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യണത്. ടോക്കൺ എന്തായിരിക്കും, നമ്മുടെ അരിത്മെറ്റിക് ഓപ്പറേറ്റർ. അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള, ഇത്ര ശ്രദ്ധിച്ചാൽ മതി, മീനിങ് ഫുൾ ആയിട്ടുള്ള ടോക്കൺ ആയിരിക്കണം അരിത്മെറ്റിക് ഓപ്പറേറ്റർ. ജനറലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതാം. ഓക്കെ, കമ്പൈലറിന് അങ്ങനെ അറിയുള്ളൂ, ജനറലൈസ് ചെയ്ത് പറയാനേ അറിയുള്ളൂ. ഇനി അതിന്റെ പാറ്റേൺ നോക്കുമ്പോ എന്തൊക്കെ വരാം, അതൊരു പ്ലസ് വരാം അല്ലെ. അരിത്മെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലസ് വരാം, ദെൻ മൈനസ് വരാം, ഇൻഡു വരാം അല്ലെ, ഡിവൈഡ് വരാം. അങ്ങനെ കുറച്ച് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് പാറ്റേണിൽ എഴുതാൻ പറ്റുക. അതിലത്തെ ഒരു എക്സാമ്പിൾ ആണ് ഈ ലെക്സീമിൽ വരിക. ഓക്കെ, നിങ്ങൾക്ക് കണക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഡു കഴിഞ്ഞാൽ പിന്നെ വരുന്ന എന്താണ്, നമ്മുടെ ഓപ്പൺ പാരന്തസിസ് ആണ്. അഞ്ചാമത്തെയാണ് നമ്മുടെ ഇൻഡു കഴിഞ്ഞിട്ട് വരുന്ന ഓപ്പൺ പാരന്തസിസ്. എഗെയിൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ പാരന്തസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബി ആണ്. അപ്പൊ മനസ്സിലായി, എഗെയിൻ ഒരു പാറ്റേണെ ഫോളോ ചെയ്യണില്ല എന്ന് മനസ്സിലായി. അപ്പൊ എന്തായി, നമ്മുടെ ഓപ്പൺ പാരന്തസിസ് ചെയ്തി. എന്തായിരിക്കും ടോക്കൺ, എന്തായിരിക്കും, അതൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ്. നമ്മൾ സിയിലൊക്കെ പഠിച്ച മാതിരി അതൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ്. അപ്പൊ അതിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തൊക്കെയാണോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതായത് ഓപ്പൺ പാരന്തസിസ് സ്പെഷ്യൽ ക്യാരക്ടർ ആണ്, അല്ലെങ്കിൽ ക്ലോസിംഗ് ആണ്. പിന്നെ നമുക്കറിയാം കോമ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ്. അതുമല്ല കോളൻ അറിയാം, ദെൻ അതുമല്ല ഇങ്ങനത്തെ ബ്രേസസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലോസിംഗ് ബ്രേസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് എല്ലാം എഴുതാൻ പറ്റില്ല. അപ്പൊ എക്സെട്രാ എന്ന് പറഞ്ഞാൽ ഇത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഓപ്പൺ പാരന്തസിസ് അടുത്ത ലെക്സീം. ഇത് നോക്കാം, എഗെയിൻ അടുത്ത ലെക്സീം എന്തായിരിക്കും, ഓപ്പൺ പാരന്തസിസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബി ആണ്. ബി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മൈനസ് ആണ് അല്ലെ, ഇവിടെ നോക്കുമ്പോൾ മൈനസ് ആണ്. അപ്പൊ എഗെയിൻ കമ്പൈലർക്ക് മനസ്സിലായി, ഓക്കെ ബി ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. ബി എടുത്തു. ബി എന്ന് പറഞ്ഞാൽ എഗെയിൻ എന്താണ്, ഒരു ഐഡന്റിഫയർ ആണ് അല്ലെ. അപ്പൊ ID എന്ന് എഴുതി, ടോക്കണിന്റെ താഴെ ID എന്ന് എഴുതി. ഓക്കെ, IDയുടെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ്. അത് എഴുതാം. എഗെയിൻ നെക്സ്റ്റ് വരുമ്പോൾ നമ്മുടെ സെവൻത്ത് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ബി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൈനസ് ആണ്. ഓക്കെ, മൈനസ് ആണ്. മൈനസ് എഗെയിൻ എന്താണ്, ഒരു അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആണ്. എഗെയിൻ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് പ്ലസ് ആയിരിക്കും, മൈനസ് ആയിരിക്കും, ഇൻഡു ആയിരിക്കും, ഡിവൈഡ് ആയിരിക്കും. എഗെയിൻ അത് എഴുതാം. നെക്സ്റ്റ് വന്നിട്ട് മൈനസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 10 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആണ് നോക്കുക. അപ്പൊ ആദ്യം ഫസ്റ്റ് വൺ ക്യാരക്ടർ എന്തായിരിക്കും, മൈനസ് കഴിഞ്ഞാൽ 1 ആണ്. എഗെയിൻ നെക്സ്റ്റ് നോക്കും കമ്പൈലർ 0. അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ എത്തുന്ന വരെ അതിങ്ങനെ ഫോർവേഡ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ 0 കിട്ടി. പിന്നെ നോക്കുമ്പോൾ ക്ലോസിംഗ് പാരന്തസിസ് ആണ്. അപ്പൊ നമുക്കറിയാം ഒരു ന്യൂമറിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്ത് നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. അപ്പൊ 1ഉം 0ലും വെച്ച് കാണുമ്പോൾ തന്നെ കമ്പൈലർക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊരു ന്യൂമറിക് കോൺസ്റ്റന്റ് ആണ്. കാരണം അടുത്ത് വരുന്നത് ഒരു ഓപ്പണിംഗ് പാരന്തസിസ് ആണ്. അത് എഗെയിൻ വേറൊരു കാറ്റഗറി ആണ് അല്ലെ, സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ 10നെ ഒരുമിച്ചെടുക്കും. അതെന്ത് ടോക്കൺ ആണ്, നമ്മൾ പറയാ അതിനെ നമ്പർ എന്നാണ് പറയാ. നമ്പർ എന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ നമ്പർ എന്ന് പറയുന്ന പോലത്തെ നമ്പർ എന്ന് പറയാ. ഇത് പാറ്റേൺ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ
എനി ന്യൂമറിക് കോൺസ്റ്റന്റ്. അങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിലും പറഞ്ഞിരിക്കുന്നത്, എനി ന്യൂമറിക് കോൺസ്റ്റന്റ്. കാരണം നമുക്കറിയാം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ്, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ എനി ന്യൂമറിക് കോൺസ്റ്റന്റ് എന്ന് എഴുതിക്കാം. ഇനി നെക്സ്റ്റ് അഗൈൻ വരുന്ന ലാസ്റ്റ് അല്ല സെക്കൻഡ് ലാസ്റ്റ് ആണ് 9th വൺ വന്നിട്ട് നമ്മുടെ ക്ലോസിംഗ് പാരന്തസിസ്. ഓക്കെ, അഗൈൻ എന്താണ് ഓപ്പണിംഗ് പാരന്തസിസ് നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്ലോസിംഗ് പാരന്തസിസ് എന്നായിരിക്കും സ്പെഷ്യൽ ക്യാരക്ടർ. അതിന്റെ എക്സാമ്പിൾസ് കുറച്ച് എഴുതി വെക്കാം. ലാസ്റ്റ് വന്നിട്ട് ഈ സെമിക്കോളൻ എപ്പോഴും കുട്ടികൾ മറക്കുന്ന ഒരു പ്രശ്നമാണ്, കാരണം സെമിക്കോളൻ നമ്മൾ അങ്ങ് വിട്ടുപോകും. ക്വസ്റ്റ്യനിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇത് എഴുതണം. കാരണം ചില ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ എത്ര ലെക്സീംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 തന്നെ എഴുതേണ്ടി വരും. അപ്പൊ 10th വൺ ലാസ്റ്റ് ആണ് സെമിക്കോളൻ. സെമിക്കോളൻ അഗൈൻ എന്താണ് ഒരു സ്പെഷ്യൽ സിമ്പിൾ ആണ്. സ്പെഷ്യൽ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിന്റെ കുറച്ച് എക്സാമ്പിൾ എഴുതാം. നമ്മളിവിടെ ഓപ്പണിംഗ് പാരന്തസിസ് ഒക്കെ എഴുതിയില്ലേ, അതേമാതിരി സ്പെഷ്യൽ ക്യാരക്ടറിന്റെ അവിടെ പാറ്റേണിന്റെ അവിടെ കുറച്ച് എക്സാമ്പിൾസ് ഇതുപോലെ എഴുതി വെക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലെ? ഇതാണ് നമ്മുടെ ലെക്ചർ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ടാബുലർ ഫോമിൽ എഴുതി വെച്ചാൽ തന്നെ നമുക്ക് എന്താവും ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഡെഫിനിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ എഴുതി വെക്കാം. ഡെഫിനിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിളിന്റെ കൂടെ തന്നെ ജസ്റ്റ് ഒരു 1 ലൈൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഡെഫിനിഷനേ ഉള്ളൂ. ടോക്കണും പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ടോക്കണിന്റെ ഒരു definition ആണ്. It is a sequence of characters that can be treated as a single logical entity. ഓക്കെ, പിന്നെ എക്സാമ്പിൾസും കുറച്ച് ചെയ്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് തന്നെ നമ്മുടെ ടേബിളിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ പാറ്റേണിന്റെ ഡെഫിനിഷൻ സെറ്റ് ഓഫ് സ്ട്രിങ്സ് ഇൻ ദ ഇൻപുട്ട് ഫോർ വിച്ച് ദ സെയിം ടോക്കൺ ഇസ് പ്രൊഡ്യൂസ്ഡ് ആസ് ഔട്ട്പുട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ എ റൂൾ എന്നും വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അതിനും ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എഴുതാം. പിന്നെ ലെക്സീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സോഴ്സ് പ്രോഗ്രാം ദാറ്റ് ഇസ് മാച്ച്ഡ് ബൈ ദ പാറ്റേൺ. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഈ ഒരു പോർഷൻ ആണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് എഴുതുന്നതിന്റെ ഒപ്പം തന്നെ ഇതും കൂടെ എഴുതിയാൽ അത് മീനിങ് ഫുൾ ആവുള്ളൂ കേട്ടോ. ദാറ്റ് ഇസ് മാച്ച്ഡ് ബൈ ദ പാറ്റേൺ ഫോർ എ ടോക്കൺ. ഇതാണ് വേറൊരു എക്സാമ്പിൾ, അതും പറയുന്നില്ല, നമ്മൾ സെയിം തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതില്? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓൾറൈറ്റ്.